ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹൂഗ്ലി നദിയെക്കുറിച്ചാണ്. അപ്പോൾ ഹൂഗ്ലി നദിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഗംഗാ നദിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട കൈവഴിയാണ് ഹൂഗ്ലി നദി. അപ്പോൾ ഹൂഗ്ലി നദി ഏത് നദിയുടെ കൈവഴിയാണ് എന്ന് ചോദിച്ചാൽ ഗംഗാ നദിയുടെ കൈവഴിയാണ് ഹൂഗ്ലി നദി. ഇത് ഒഴുകുന്നത് പശ്ചിമ ബംഗാളിലൂടെയാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട കൈവഴി നദി ഏത് എന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയാണ്. അതുപോലെ ജലാങ് നദിയുമായി ചേർന്നതിന് ശേഷം ഭഗീരഥി അറിയപ്പെടുന്ന പേരാണ് ഹൂഗ്ലി എന്ന്. അപ്പോൾ ഹൂഗ്ലി നദി ഏതൊക്കെ നദികളുടെ സംയോജനം മൂലമാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ജലാങ് നദിയും ഭഗീരഥി നദിയും ചേർന്നതിന് ശേഷം അറിയപ്പെടുന്ന പേരാണ് ഹൂഗ്ലി. ഇനി ഈ ഹൂഗ്ലിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ദാമോദർ നദി. അപ്പോൾ ദാമോദർ നദിയാണ് ഹൂഗ്ലി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി. ഇനി ഈ ഹൂഗ്ലി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു നഗരമാണ് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത. അപ്പോൾ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഇനി വേലിയേറ്റ നദിക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് ഹൂഗ്ലി നദിയെ പറയാം. അപ്പോൾ വേലിയേറ്റ നദിക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹൂഗ്ലി നദി. ഇനി ഈ നദിയിൽ ഉള്ള പ്രധാനപ്പെട്ട പാലങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് വിദ്യാസാഗർ സേതു പാലം, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. അപ്പോൾ ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പാലങ്ങളാണ് വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്.